ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഗൗരിമോളെ നോക്കാനായിട്ട് ആൻഡ്രൂസ് പറഞ്ഞതനുസരിച്ച് ഒരു ബോഡി ഗാർഡായിട്ട് വേദയും തരുണും താമസിക്കുന്ന വീട്ടിലോട്ട് വിക്രം എത്തുകയാണ്. മോളെ നോക്കാനായിട്ട് ഒരു പുതിയ അങ്കിൾ വരുന്ന കാര്യം തരുണും വേദയും മോളെ അറിയിക്കുന്നുണ്ട്. പക്ഷേ മോൾക്ക് നല്ല നിർബന്ധമാണ്. അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി, വേറെ ആരും എന്നെ നോക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് മോൾ പിടിവാശി പിടിക്കുന്നുണ്ട്. പക്ഷേ വേദയ്ക്കും അതിന് വലിയ ഇഷ്ടമില്ലായിരുന്നു. കാരണം മോളെപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കണമെന്നാണ് വേദയുടെ ആഗ്രഹം. പക്ഷേ മോളുടെ സുരക്ഷയെ കരുതിയാണ് തരുൺ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യം സേതുലക്ഷ്മി അമ്മ വേദയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം തരുൺ പറയുന്നുണ്ട് വേദ അവളോട് സംസാരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മോൾ സമ്മതിക്കത്തില്ലെന്ന് പറയും. അങ്ങനെ വേദ മോളോട് സംസാരിക്കുന്നുണ്ട്. മോളടുത്ത് പറയും മോളെ വരാൻ പോകുന്ന അങ്കിൾ ഒരു പ്രശ്നക്കാരനൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ മോള് പറയും വരാൻ പോകുന്നത് ചമ്പൂകനാന്ന് പറയും. ചമ്പൂകനോ? അതാരാ? അതേ, ഞാൻ കാണുന്ന കാർട്ടൂൺ കഥയിലെ വില്ലനാന്ന് പറയും. അങ്ങനെ വരാൻ പോകുന്ന ബോഡി ഗാർഡായ വിക്രത്തിനെ മോളൊരു ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്. ചമ്പൂകൻ എന്ന് പേര് വിട്ടിട്ടുണ്ട്. അങ്ങനെ എങ്കിൽ ചമ്പൂകൻ വരുന്ന ദിവസം അമ്മ ഇവിടെ വേണമെന്ന് പറയും. അതിനെന്താ, ആ അങ്കിൾ ഇവിടെ വരുന്ന ദിവസം മോളെ ആ അങ്കിളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടേ അമ്മ പോത്തോളം എന്ന് പറയും. അങ്ങനെ വിക്രം വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം തന്നെ വിക്രം വേറൊരു മേക്ക് ഓവറിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പഴയ ഒരു രൂപത്തിൽ നിന്ന് മാറി താടിയും മുടിയൊക്കെ വടിച്ച് നല്ല ഒരു ചുള്ളം പയ്യനായിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ വേദ പറഞ്ഞു കൊടുത്ത വിക്രമാദിത്യൻ്റെയും വേതാളത്തിൻ്റെയും കഥയിൽ രാജകുമാരിയെ കാണാനായിട്ട് രാജാവ് വരുവാണ്, എല്ലാ കോട്ടകളും പൊളിച്ചുകൊണ്ട്. അങ്ങനെ ആ സമയത്ത് ആമി പറയും ഇതെന്താ ഒരു മാറ്റം, അത് പുതിയൊരു സ്ഥലത്ത് ജോലിക്ക് പോകുമല്ലേ, അപ്പം താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയേ ഉള്ളെന്ന് പറയും. എന്നാലും വിക്രത്തിന് താടിയൊക്കെ ആയിരുന്നു കുറച്ചും കൂടി ചേർച്ച. ആ സമയത്ത് മാഷ് പറയും അല്ല പുതിയൊരു സ്ഥലത്തോട്ടല്ലേ പോകുന്നത്, അപ്പം കുറച്ച് ഒതുക്കത്തിൽ പോകുന്നത് നല്ലതാണ്, ഒരു മര്യാദക്കാരനും തോന്നുമല്ലോ. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറയും. അതിനുശേഷം ആമി പറയും എന്നെ കൂടെ ഒന്ന് ബസ് സ്റ്റോപ്പിലോട്ട് ഇറക്കണമെന്ന് പറയും. അങ്ങനെ ആമിയും കൂട്ടിക്കൊണ്ടാണ് വിക്രം അവിടുന്ന് പോകുന്നത്. അതിനുശേഷം ചമ്പൂകനിട്ട് ചെറിയ ചെറിയ പണി കൊടുക്കാനായിട്ട് മോള് കുറച്ച് ഗോലിയും കുറച്ച് തോക്കിനകത്ത് വാട്ടറൊക്കെ നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് വേദയ്ക്ക് എമർജൻസി ആയിട്ടൊരു കോൾ വരുന്നത്. ഒരു ഫാക്ടറിയിൽ തീപിടുത്തം ഉണ്ടായി, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണമെന്നൊരു ഫോൺ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടിയൊരു ഇൻറ്റിമേഷൻ അനുസരിച്ച് തന്നെ വേദയ്ക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറപ്പെട്ടേ പറ്റത്തുള്ളൂ. ആ സമയം പറയും ഞാൻ പെട്ടെന്ന് എത്താമെന്ന് പറയുന്നുണ്ട്. ആ സമയം തരുൺ ചോദിക്കും എന്താ എമർജൻസി എന്തെങ്കിലും ഉണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിൽ എത്തണമെന്ന് പറയും. അപ്പോൾ മോള് പറയും അപ്പോൾ ചമ്പൂകം വരുമ്പം അമ്മ ഇവിടെ കാണത്തില്ലേ, മോളെ അമ്മയ്ക്ക് എമർജൻസി ആയിട്ടൊന്ന് പോകണം, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോള് പിണങ്ങി അങ്ങ് പോവും. ആ സമയം തരുൺ പറയും തൻ്റെ ജോലിയുടെ ഉത്തരവാദിത്വമൊന്നും മോൾക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ താൻ വിഷമിക്കേണ്ട, അയാൾ വരുമ്പോൾ ഞാനിവിടെ കാണുമല്ലോ, അയാൾ വന്നതിന് ശേഷം ഞാൻ പോകത്തുള്ളൂ, താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ ഓഫീസിലോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ആ സമയം മോൾ പരിഭവിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ തരുൺ ചെന്നിട്ട് മോളെ ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാലും അമ്മ ചമ്പുകനെ കാണാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോയില്ലേ, മോളെ അമ്മയുടെ ജോലി അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടല്ലേ, അച്ഛൻ കാണുമല്ലോ, പിന്നെ അച്ഛനായി പ്രശ്നത്തിനെല്ലാം കാരണം, അതിന് ഞാനെന്ത് ചെയ്തു, അച്ഛനല്ലേ ചമ്പുകത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കും. അത് മോളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അയച്ചൊരു ബോഡി ഗാർഡല്ലേ എന്ന് പറയും. എനിക്ക് പ്രൊട്ടക്ഷനൊന്നും ആവശ്യമില്ല, എനിക്കെപ്പോഴും എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് എന്നെ നിയന്ത്രിക്കാൻ ആരും വരണ്ട. അയ്യോ ഈ അങ്കിൾ മോളെ അങ്ങനെ നിയന്ത്രിക്കത്തൊന്നും ഇല്ലെന്നൊക്കെ പറയും. അങ്ങനെ വേദ അങ്ങ് പോവുകയാണ്. വേദ പോകുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് വിക്രം അങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് ആ വരുന്ന സമയത്ത് തന്നെ ആൻഡ്രൂ സാർ പറയുന്നുണ്ട് വിക്രം എത്തിയോന്ന് ചോദിക്കും. സാർ ഞാൻ ഓൺ ദ വേ ആണെന്ന് പറയും. അവിടെ ചെല്ലുന്ന സമയത്ത് വിക്രത്തിൻ്റെ കുറിച്ചുള്ള ശരിക്കുള്ള റിയാലിറ്റി ഒന്നും പറയണ്ട, എന്താ സാർ പേര് തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കണം, മറ്റെന്തെങ്കിലും ഒരു പേര് പറഞ്ഞാൽ മതി, ജയിലിലായിരുന്ന കാര്യമൊന്നും പറയണ്ട. അപ്പോൾ വിക്രം പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നില്ലേ സാർ നല്ലത്, അത് വേണ്ട, ഒരു ജയിൽ പുള്ളിയുടെ അടുത്ത് തൻ്റെ മകൾ സുരക്ഷിത അല്ലെന്ന് അവർക്ക് തോന്നും, അതുകൊണ്ട് തന്നെ തൽക്കാലം ഒന്നും അറിയിക്കേണ്ട, തൽക്കാലം പേര് മാറ്റി പറയാം, എന്തെങ്കിലും പ്രൂഫ് ചോദിച്ചാൽ എല്ലാം ആൻഡ്രൂ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ വിക്രം അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയം വേദ അവിടുന്ന് ഓഫീസിലോട്ട് ധൃതിക്ക് പോകുന്നു. അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ തരുണാണ് വിക്രത്തിനെ വെൽക്കം ചെയ്യുന്നത്. ആ സമയത്ത് ചമ്പൂകൻ ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞുകൊണ്ട് മോള് തോക്കൊക്കെ എടുത്ത് വെടിവെക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് വിക്രം അതേപോലെ ആക്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ മോൾ ഇങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് മോള് കെറിവെച്ചങ്ങ് പോവുകയാണ്. ആ സമയത്ത് പറയും എന്തു പറ്റി സാർ, മോൾ എന്നെ കണ്ടാണ് പേടിച്ചത്. അവൾ കണ്ട കാർട്ടൂൺ കഥയിലെ വില്ലനായ കഥാപാത്രം ചമ്പൂകനാക്കി വെച്ചിരിക്കുമോ തന്നെ. എനിവേ എൻ്റെ സ്വന്തം തരുണിനെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് പേരൊക്കെ ചോദിക്കും. അത് വിശ്വം എന്ന് പറയും.
ഓക്കെ മോളെ കുറച്ച് ശ്രദ്ധിക്കണം, ഞങ്ങളുടെ ജോലിയുടെ ഗൗരവം അതേ കണക്കത്തെയാണ്, എനിക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നാട്ടിലോട്ട് വന്നത്. അപ്പോൾ മോളെയാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മോളെ നല്ലോണം കെയർ വേണം. തനിക്ക് എത്ര സമയം വേണമെങ്കിലും മോളുടെ കൂടെ നിൽക്കാൻ പറ്റും, അത്രത്തോളം നല്ലതാണെന്ന് പറയും. അങ്ങനെ മോൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ വിക്രം കൂടെ കാണുന്നുണ്ട്. അതിനുശേഷം വേദ വിളിച്ച് മോളെടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് മോൾ ചമ്പൂവൻ എന്ന രീതിയിലാണ് എല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ തരുണിനോട് വിളിച്ച് ബോഡി ഗാർഡിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ പേര് ചോദിക്കുമ്പോൾ വിശ്വം എന്നാണ് പറയുന്നത്. അങ്ങനെ വേദയ്ക്ക് അറിയത്തില്ല വിക്രമാണ് വന്നിരിക്കുക എന്നുള്ള കാര്യം. വേദ കണ്ടിട്ടുള്ള വീക്കെൻഡിൽ മാത്രമേ വേദയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം സ്കൂളിലൊക്കെ കൊണ്ടുചെന്നാക്കുന്ന സമയത്ത് സ്കൂളിലുള്ള പ്രിൻസിപ്പലിൻ്റെ അടുത്ത് തരുൺ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ മോളെ കുറച്ച് നാളത്തേക്ക് ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ ഒരു ബോഡി ഗാർഡ് മോളുടെ കൂടെ എപ്പോഴും കാണുമെന്ന് പറയും. പക്ഷേ അത് അവരുടെ സ്കൂളിനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് കരുതി അവർ പറയും എപ്പോഴും ഇവിടെ നിൽക്കേണ്ട, സ്കൂൾ വിടാറാകുമ്പോഴത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് വിക്രം തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. ആ സമയം തരുണ് വിളിക്കുമ്പോൾ പറയും താൻ 24 hours മോളുടെ കൂടെ തന്നെ കാണണം, കാരണം ഏത് സമയത്താണ് അപകടം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ സാറെന്ന് പറയും. അപ്പോഴത്തേക്ക് മോള് പിന്നെയും തിരിച്ച് വരുന്നുണ്ട്, സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയം പറയും ഇയാൾ പോയില്ലയോ, ഇയാൾക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ലയോ എന്ന് പറയും. അയ്യോ മോളെ അങ്ങനൊന്നും പറയരുത്, മോളുടെ കൂടെ എപ്പോഴും വേണമെന്ന് മോളുടെ അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ പറയുന്നതിന് ധിക്കരിച്ചൊന്നും പറയില്ലെന്ന് പറയും. എൻ്റെ കൂടെ ആരും കൂട്ടണമെന്ന് നിൽക്കേണ്ട. അങ്ങനെ ആദ്യമൊക്കെ മോള് കുറച്ച് എതിർപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നെ മോള് വിക്രമമായിട്ടങ്ങ് കൂടുതൽ അടുക്കുകയാണ്. അതിനുശേഷം വേദയ്ക്ക് ഓഫീസിലും പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അതിനുശേഷം മോള് ഫുഡ് കഴിക്കാത്തതിനും അങ്ങനെ പല കാര്യങ്ങൾക്കും സേതുലക്ഷ്മി അമ്മ പറയും ചമ്പൂകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറയും. അങ്ങനെ ചമ്പൂകൻ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ച് മോള് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ വിക്രത്തിനോട് കുറച്ച് കൂളെടുക്കാനായിട്ട് അവിടുത്തെ സെർവൻ്റായ ഷീലയും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിക്രം പറയും അത് ഞാൻ ശരിക്കും ഒരു ബോഡി ഗാർഡ് മാത്രമല്ല ഒരു പോലീസാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷീലയുടെ ആ ഒരു ട്യൂണങ്ങ് മാറുകയാണ്. കാരണം ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറല്ല, ഒരു പോലീസാന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാഷ് വിക്രത്തിനോട് മാഷ് നമ്മുടെ ആമിയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയം തന്നെ ആമിക്കുണ്ടായ ചില കുറച്ച് കാര്യങ്ങളും അമ്മയുടെ സ്വഭാവത്തിലെ ചില ചേഞ്ചുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വൈഫ് അരവിന്ദൻ എന്നാണ് ആമിയുടെ അച്ഛൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടാനുണ്ടായ കാരണമെന്നും ആമിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ആമിയുടെ അമ്മ മരിക്കുന്നത്. അതിനുശേഷം ആമിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മയില്ലാതാണ് അവൾ പിന്നീട് വളർന്നു വന്നത്. അപ്പോൾ അമ്മയില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം അവൾക്ക് ഉൾക്കൊള്ളാൻ കുറേ നാളെടുത്തു. അപ്പം 2 വയസ്സ് വരെ മാത്രമേ എൻ്റെ മോൾക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ചും എല്ലാ ഭാര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് മാഷും പറയുന്നുണ്ട് ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നത് നല്ലത് അരവിന്ദൻ, അല്ലാതെ ഭാര്യമാർ മരിച്ചതിന് ശേഷം ഭർത്താക്കന്മാർ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു സങ്കടം പോലെ ആവും. കാരണം ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. അതിനു മുമ്പ് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അരവിന്ദൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം മാഷിനോട് പറയുന്നുണ്ട്. എനിക്ക് മാഷിനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാഷ് ഞാൻ ചോദിച്ചതായിട്ട് പോലും അത് കരുതണ്ട, അത് മറന്നേക്കാൻ പറയും. മാഷ് കാര്യം പറയാൻ പറയും. ആ സമയത്ത് അഭിരാമിക്ക് വേണ്ടി വിക്രത്തിന് വിവാഹം ആലോചിക്കുമെന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ആ സമയം മാഷൊന്നും മിണ്ടത്തില്ല. പെട്ടെന്ന് തന്നെ ആമി കടന്നു വരും. എന്താ ഒരു സംസാരം? ഒന്നുമില്ല, ഞാൻ ചായ എടുക്കാമെന്ന് പറയും 2 പേർക്കും. ആ സമയം പറയും മാഷെ അവൾ കേട്ട് കാണുമോ, അത് ഞാനങ്ങനെ ചോദിച്ചാൽ അവൾ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുമെന്ന് പറയും. ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് വിക്രത്തിനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ, മാഷ് ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് പറയും. അങ്ങനെ അന്ന് പോയ ദിവസം ആയതുകൊണ്ട് തന്നെ വിക്രം തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിലോട്ട് വരുന്ന ദിവസം തന്നെ മോളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം പറയും കുഴപ്പമൊന്നുമില്ല വെച്ചാൽ നല്ല മിടിക്ക് മോളാണ്. പിന്നെ അവർ പറയുന്നത് ആഴ്ച ഒരു ദിവസം എനിക്ക് വീട്ടിലോട്ട് വരാൻ പറ്റൂ, വീക്കെൻഡിൽ മാത്രമേ അവർ ഭാര്യയും ഭർത്താവും വരുത്തുള്ളൂ. അപ്പോൾ അന്ന് മോളുടെ കൂടെ അവർ കാണും, ബാക്കി 6 ദിവസം ഞാൻ മോളുടെ കൂടെ കാണണം, അത് കൂടി പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പം മോളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാഷിനോട് വിക്രം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.